അപ്പോൾ ഞങ്ങൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ലിൻഡയുടെ വീട്ടിലേക്ക് പോവാം, മോളുടെ ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനാണല്ലോ, അതായത് എന്താ പറയുക, നവരാത്രി ഹോളിഡേയ്സ് അല്ലേ. അപ്പോൾ ഇന്ന് പോയിട്ട് രാത്രി സ്റ്റേ, നാളെയാണ് കേക്ക് കട്ടിങ്ങൊക്കെ നാളെയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു അടിച്ചുപൊളി എന്താണെന്നാവുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. നാളെ കേക്ക് കട്ടിങ്ങും ഫുള്ളും കാര്യങ്ങളൊക്കെ നാളെയാണ്. ഇന്ന് അവിടെ ചെന്നിട്ട് കുറച്ച് ഞങ്ങളുടെ വക കുറച്ച് എന്താ പറയുക മക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് കൂടി ഉണ്ട്, ബബിത എന്നാണ് പേര്. യൂട്യൂബിൽ കൂടെ തന്നെ ഒരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ട തന്നെയാണ്. അപ്പം ഞങ്ങൾ 3 പേരും നല്ലൊരു അടുപ്പാണ്. അപ്പം ഞാൻ ബബിതനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ലിൻഡനെ ആദ്യമായിട്ട് കാണാൻ പോയ പോലെ തന്നെ ബബിതനെ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോണേ. അപ്പോൾ ലിൻഡയും ബബിതയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനും ബബിതയും ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും ആണ്, ഫാമിലി ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു അടിച്ചുപൊളി ഞങ്ങളുടെ എന്താ പറയുക, ഒരു ചെറിയൊരു അടിച്ചുപൊളി വ്ളോഗാണ്. ഓക്കെ. സോ ദിസ് ഇസ് ചാലക്കുടി ടൗൺ. ഞങ്ങളിപ്പോ തൽക്കാലം സലീമന്റെ വീട്ടിൽ പോവാ. തൽക്കാലം അവിടുന്ന് ഇത്തിരി പോയിട്ടുണ്ട്. ചെറിയാള് പോയി, അവന് ഷൂസ് എന്താ പറയാ ഉണ്ടായത്, അത് ടൈറ്റായി, അത് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ. ഞങ്ങളുടെ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഒരാളുടെ ഷൂ പൊട്ടിയില്ല, അതിങ്ങനെ പോകുന്നു. അപ്പോൾ അത് അവിടെ ഒട്ടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, സലീമ ചേച്ചി. സലീമ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് ലിൻഡയുടെ അടയ്ക്ക്. അപ്പം അങ്ങനെ ഒരു കുട്ടി ബ്ലോഗ്. അപ്പം നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം. ആ ശരി ശരി. ഇഷ്ടായ ഓരോ നേരത്തെ ഓരോ തോന്നലുകളാണ്. ഇതെന്താണ് കളിക്കാലോ ഭാവിക്ക്. എത്രയും പെട്ടെന്ന് ആന്റിക്ക് ഒരു ഉണ്ണിവാവ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. വാവേ തമ്പാച്ചോട് പറഞ്ഞിട്ടേ ഈ ആന്റിക്ക് ഒരു വാവേനെ വേണമെന്ന് പറഞ്ഞോളൂ കേട്ടാ. ഇപ്പൊ തന്നെ പറയുമോ, മോനെ പോലത്തെ വേണം. അടുത്ത ഗിഫ്റ്റ് നമുക്ക് പൊട്ടിക്കാം. അടിപൊളി ഗിഫ്റ്റ്. ഇഷ്ടായ? ഇനി വേറെ ഗിഫ്റ്റ് ഇല്ലേ? ആന്റി തന്ന ഗിഫ്റ്റ് എവിടെ പോയി? ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് കിട്ടും. നല്ല രീതിയിൽ എടുക്കാമായിരുന്നു. അപ്പോഴേക്കും താങ്കൾ എന്തിനാണ് പൊട്ടിച്ചത്? ഇതെന്തായിരിക്കും മാവേ? എന്റെ ചുമര് എന്റെ വീട്. മാവയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് ആട്ടാ. അവര് നന്നായിട്ട് പാക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട്. 2-3 പേരും കൂടിയിട്ടാ പാക്ക് ചെയ്തിട്ടത്. ഈ അടുത്ത കാലത്ത് കഴിക്കരുത്. നല്ല പേപ്പറാണ് ഇത്. അതെ, മറ്റേ പേപ്പർ അതെ, നല്ല സ്ട്രോങ് പേപ്പറാണ്. അതായത് ബേബി സ്റ്റോറി എന്നുള്ളതാണ്. വാവേ നോക്കൂ, വാട്ട് ഈസ് ദിസ്? ജയാന. അത് കേറിക്കോ, കേറിക്കോ, കുഴപ്പമില്ല. വരണ്ടേ പൊളിക്കുന്നു. നോക്കിയ ഭാവി എന്താണ് ഗിഫ്റ്റ്? ലിപ്സ്റ്റിക്ക് കണ്ണോട്. വാ, ഇഷ്ടായ? ഇന്നലെ 3-4 ഉടുപ്പ് മേടിച്ചു. എന്നിട്ട് ഇത് ഇഷ്ടായോ ചോദിച്ചപ്പോ ഏതോ 2 കണ്ടത് വേണ്ട, മറ്റേത് ഇഷ്ടായില്ല. ഓപ്പൺ ചെയ്യാം. ഇത് എവിടെ ഓപ്പൺ ചെയ്യാൻ? അത് എന്തോ ഉണ്ട്. ഇതങ്ങനെ പൊടിക്കരി
ആ ദേ പെട്ടി. വാവ്, വാവയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോ കൊണ്ടുപോകാം. അതെ, എവിടേക്കും പോകുമ്പോ ഇതിന് സാധനം ഇട്ട് കൊടുക്കാം. തുറക്ക നമുക്ക് തുറക്കൂ. ഇവിടെ തന്നെ ലിൻഡു അതെ. വാ, അനു നിക്ക്. ദേ വാവയുടെ ഗിഫ്റ്റ് എന്തൊക്കെയോ ഉണ്ട്. തുറന്നു, പക്ഷെ അതെങ്ങനെയൊക്കെ തുറക്കണം എനിക്ക് ഒരു പിടിയില്ല. നീ നിക്ക്, തുറക്ക്, വിട്. ഇതത് വെക്കാനുള്ള എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഡ്രയറുണ്ട്, കണ്ണാടി, ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് തുറക്കാം വേഗം. ലിപ്സ്റ്റിക് ഉണ്ട്, മാലയുണ്ട്. വാ, ദേ ചീർപ്പുണ്ട് വാവയ്ക്ക് മുടിയിരാൻ. അന്നു നശിപ്പിക്കണേ. ഇതോട്ടേക്ക് ഇത് ഡമ്മിയാന്ന് തോന്നില്ലേ? ഞാൻ പേടിച്ചിരിക്കുന്നു. ഇതായില്ലെങ്കിലാണ് ഇനി ഇത് അമ്മ മൊത്തം ആയില്ല അതുകൊണ്ട് ബഹളം. വാ, ഇഷ്ടായ വാവയ്ക്ക്? ആ, ഇതൊക്കെ ഇവിടേക്ക് ഇത് ഇവിടെ എന്ത് ചെയ്യാനാണ്? കയ്യില് നോക്കട്ടെ. ഇഷ്ടായ ഇനി പണിയെടുക്കട്ടെ. ആയ്, അടിപൊളി. ഇഷ്ടായ, നല്ല ഭംഗിയുണ്ട്. വാവ്, നീ മോതിരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആയ്, അടിപൊളി. എത്ര നെയിൽ പോളിഷാ ഇതൊക്കെ? നെയിൽ പോളിഷ് ആയിരുന്നല്ലേ? എത്ര നെയിൽ പോളിഷാ കുഞ്ഞുശേ? ഉടുപ്പൊന്നും മാറിയിട്ട് ഓക്കെ കേട്ടാ. ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളാണ്. രണ്ടുപേരും കൂടി തകൃതിയായി നടക്കുന്നു. യെസ്, ഞാൻ വേറൊരു ഡ്രസ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിച്ചു പൊളിക്കണ്ടേ? സൂപ്പറായില്ലേ? നല്ല കാര്യം. ഞങ്ങളുടെ ബർത്ത്ഡേക്ക് വെക്കാൻ എന്തൊക്കെ വാങ്ങിച്ച്? ബലൂൺ ഞങ്ങളൊന്നും വെച്ചാൽ എന്താ വേണ്ടത് പറഞ്ഞു. ആ പിള്ളേ അങ്ങനെ അജു ഉറങ്ങാത്ത സമയം എടുക്കും. അപ്പോ ഇവിടെ ഡെക്കറേഷൻ, ബർത്ത്ഡേ ഡെക്കറേഷൻസ് ആണ് ഇതൊക്കെ സംഭവങ്ങൾ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ദാ ഇത് ബബിത, ഒരു യൂട്യൂബറാണ്, ചിമ്മൂസ് വേൾഡ്. ഇത് ട്രെൻഡ്സ് ആൻഡ് വ്ലോഗ്, ലിൻഡയുടെ വ്ലോഗ്. അല്ല, അപ്പൊ ഇത് ലിൻഡ, നമ്മുടെ കഥാനായിക. ഓക്കെ, നേരത്തെ കാണിച്ചെന്തോ കാണിച്ചു. അപ്പൊ ലിൻഡയുടെ ചാനലിന്റെ പേര് ട്രെൻഡ്സ് ആൻഡ് വ്ലോഗ്സ് ആൻഡ് ബബിതയുടെ ചാനലിന്റെ പേര് ചിമ്മൂസ് വേൾഡ്. അപ്പൊ രണ്ട് ചാനലില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.
ആ അത് താഴ്ത്തിക്കട്ടെ. ആ എടുക്കട്ടെ. അവിടെ കിട്ടും. താഴ്ത്തിക്ക് ചിരിഞ്ഞോ, ചിരിച്ചോ. സിംഗം 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 സിംഗം. ഒറിജിനൽ സിംഗം പോലെ. യെസ്. അപ്പോൾ ഇവിടെ ബാറ്ററി ഇട്ടിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതാ കറക്റ്റ് ഹാപ്പി എന്റെ ബർത്ത്ഡേ ഡിയർ ബബിത. ഒരു പേടിയുണ്ട്. ദൈവം ഇതുവരെ ഈ തള്ളി തള്ളേരെ ഹാപ്പി ബർത്ത്ഡേ. ഈ ബർത്ത്ഡേ ഹാപ്പി അല്ലേ? ബർത്ത്ഡേ ഹാപ്പി എവിടെ പിന്നെയാണ് അടുത്ത ബർത്ത്ഡേക്ക് കിട്ടിയേക്കാട്ടോ. അതൊക്കെ ഞാൻ എന്റെ വീഡിയോ എന്ത് ഗ്ലാമർ അല്ലേ ബബിതിനെ കാണാൻ. ശരിയല്ല നീ അതിന്റെ പല്ലെന്തത് ഇത്ര വലിയ ഗ്യാപ്പ്? വീഡിയോയിൽ നോക്കിയൊക്കെ നടുവിലത്തെ പല്ലിലൊരു വലിയ ഗ്യാപ്പ് ഉണ്ടല്ലോ. എവിടെ? നീ തുറക്കില്ല. അവിടെ പമ്പയുണ്ട്. പമ്പയു പമ്പി നടക്കുന്നോണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾക്ക് രാവിലത്തെ കോഫി. ബാക്കി ഇവിടെ ചായ ഇടുന്നുണ്ട്. ഇവിടുത്തെ വീടിന്റെ ഉടമസ്ഥ എനിക്കിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ കിച്ചൺ എന്താ പറയാ കയറി. അപ്പൊ ഞങ്ങളിവിടെ കോഫി ഇട്ട് കൊടുക്കണേ. കോഫിയിലെ ചായ. കോഫിയിലെ ചായ ആള് ഇട്ടില്ല. ആ ശരി, ഇങ്ങനെ പിടിക്കുന്നതല്ല. നല്ല ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ പിടിക്കണം. ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞു. ഒരാളെ എനിക്ക് വരുന്നു. വീടിന്റെ ഉടമസ്ഥ എനിക്ക് വരുന്നു. ഞങ്ങൾ ഇവിടെ കിച്ചൺ കയറി. ഞങ്ങൾ ചായ വെച്ചിരിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അത് ഫോട്ടോ എടുക്കുമ്പോ അപ്പത്തിനുള്ള മാവ്. ഇവിടെ ഒരാള് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ പോയാലും തന്നെയാണുള്ള പണി. അതെ, അതന്നെ. എന്താന്ന് പറഞ്ഞു? ഞാൻ കാലത്ത് അവിടെ ഉണക്കി വെക്കും. കുറെ കഴിഞ്ഞിട്ട് ഫോൺ ബാറ്ററി ലോ അതല്ലാന്ന് വെച്ചാല് സ്പേസ് ഇല്ലാന്നൊക്കെ പറയുമ്പോഴാണ് ഫോണൊക്കെ ചാർജ്. ഇവിടെ ഒരാള് മാവില് വരച്ചു പഠിക്കാൻ പോവാണ്. പൂവ് വരയ്ക്കാൻ പോവാണേ. മാവിലാണ് ചെയ്യുന്നത്. ഭയങ്കര ആഗ്രഹത്തോട് ചെയ്യണം. പാത്രം വരയ്ക്കണം. ശരിയായതായിരുന്നു. കണ്ണിട്ട് പോയി. അതെ, കിച്ചൺ വിശേഷങ്ങൾ. ലിൻഡയുടെ കിച്ചൺ വിശേഷങ്ങൾ. ഒരു മണിക്കൂറത്തേക്ക് ചോദിക്കുന്നത് ഇതൊരു സിനിമ നടി ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഒളിച്ചിക്ക കണ്ടു. ഞാൻ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് Fussy.
ഫോട്ടോ എടുക്കണില്ലേ? എടുത്തു എല്ലാരും എടുത്തോ. എടുക്കില്ലേ? ബിരിയാണി ചിക്കൻ കണ്ടു തുടങ്ങിട്ടാ. ചിക്കൻ ബിരിയാണി. എന്റെ വീട് കണ്ണൂരായോണ്ട് എനിക്ക് ഇതൊക്കെ നല്ല വശമാണ്, അതുകൊണ്ട് ഇവരെന്നെ സഹായിക്കാത്തത്. അങ്ങനെ ചിക്കൻ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കാണുമ്പോഴുള്ള ബബിതയുടെ ആ സന്തോഷം ഒപ്പിയെടുക്കും. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. ബബിതയുടെ മൂത്ത് പറഞ്ഞു കഴിഞ്ഞു. ചേട്ടാ ചിക്കൻ പകർത്തിക്കൊണ്ടിരിക്കുന്നു ബിരിയാണി. ചിക്കന് നമുക്ക് ഒരു സൈഡിൽ നിന്ന് എടുക്കാം. ഹാപ്പിയാണോ? എങ്ങനെയാ ബബിത? ഹാപ്പി. ഇനി ഇതെന്താ ചെയ്യണ്ടേ? കറി വിളമ്പുമ്പോ സെപ്പറേറ്റ് കൊണ്ടുപോയി മതി, പാത്രം എടുക്കണം. എന്ത് ചെയ്യേണ്ട പിന്നെ അറിയാതെ ഒതിച്ചു നിൽക്കുന്നു. എന്താണ് പറയാനെന്ന് ചോദിക്കപ്പോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊരു തിരുത്തരാസി. ഇതിന്റെ ചാനലിന്റെ പേരാണ് ചിമ്മൂസ് വേൾഡ്. ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. ചാനലിന്റെ പേര് ഞാൻ ഇവരെക്കാളൊക്കെ വളരെ ഫേമസ് ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ജാടയൊന്നും പറയില്ല. എന്നാലും എല്ലാരും ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തിരി വ്യൂസ് ഒക്കെ ഉണ്ടാക്കി തരണേ. നല്ല അടിപൊളി കിണ്ണങ്ങാച്ചി വീഡിയോകൾ വരും. നിങ്ങൾക്ക് ഡ്രസ്സും ഇതൊക്കെ ഇഷ്ടല്ലേ? നമ്മൾ ഇതിന്റെയൊക്കെ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എന്റെ വീഡിയോ മസ്റ്റ് ആയിട്ടും കാണണം. ഇതിന് കുറച്ച് കുക്കിംഗ് ഒക്കെയാണ്, തിന്നാൻ ഇഷ്ടമുള്ള ഒരു ധൈര്യമായിട്ട് കണ്ടോളൂ. ഇവൾക്ക് ഒരു ഐഫോൺ ഉണ്ട്, ഓപ്ര മിനി ഉണ്ട്, പിന്നെ ഗോപ്രോ ഉണ്ട്. 8 ആണ്, ഗോപ്രോ 8 ആണ്. അതിന്റെ പൊങ്ങശൊന്നുമല്ല. ഇത് ലാറോസിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും അവിടെ തന്നെയാണ്. കണ്ടോ, സെൽഫ് പ്രൊമോഷൻ ഒക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. എങ്കിലും നിങ്ങൾ പോയി വാങ്ങി വീഡിയോ കാണിങ്ങി എല്ലാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇതിന്റെ ഒറിജിനൽ പേര് വന്നിട്ട് കാടത്തി എന്നാണ്. കാടനെ കൊണ്ട് നടക്കുന്ന കാടത്തിയാണ്. ഹസ്ബൻഡിന്റെ പേരല്ലാട്ടോ കാടൻ. ഇതിന്റെ കൂടെ വേറൊരു സാധനം കാണും എപ്പോഴും. ഈ കല്ലുമക്കാരെ പറ്റി പിടിച്ചോണ്ട് ഇത് ഏത് നേരം അതിന്റെ സ്റ്റിയറിംഗ് തൂങ്ങി കിടക്കുന്ന പോവാലാണ്. അപ്പൊ അതാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരുടെയും വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട് കാശ് സമ്പാദിക്കാനൊന്നുമില്ല, ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷമാണ്. അപ്പൊ നിങ്ങളായിട്ട് ഞങ്ങളത് ഷെയർ ചെയ്യുന്നു. അതെ, നിങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം കാണണമെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള തള്ളുകളും തള്ളിന്റെ കൂടെ ചെറിയ ചെറിയ ഉന്തുകളൊക്കെ ഇനിയും ഉണ്ടായിരിക്കും. ഓക്കെ, നീ ഈ വീഡിയോ എടുത്തില്ല ഇതുവരെ, നീ അത് പകർത്തിക്കൊണ്ടിരിക്കുന്നു. പരാജയം. ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ? ഫേവറേറ്റ് ആള് ചിക്കൻ തന്നെ കൊണ്ടുപോകുള്ളൂ.
എറണാകുളം എവിടെയത് ബ്രോഡ്വേയിൽ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സ്ട്രീറ്റ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നീ ചെല്ല്. ഞാൻ കളിക്കും. സന്തോഷം വന്ന് ഞാൻ എന്തും ചെയ്യും. അപ്പോൾ ഹലോ ഗൈസ്, നിങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ തകർത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ, നമ്മൾ റോഡിൽ കളിക്കാൻ പോകണ്ട ഗൈസ്. ഒരു ഡൽഹിയിൽ വന്ന ഒരു പ്രതിനിധി ഒരു പണിയില്ലാണ്ട് ഇവിടെ ചെപ്പലുണ്ടോ? ഹായ്, അങ്ങനെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അല്ലേ, ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു. അതന്നെ, ഒരാൾക്ക് ഹൈറ്റുള്ള കാര്യം ഇങ്ങനെ ഞാൻ പിടിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമാവും എന്ന് ഞാൻ കരുതാണ് അല്ലേ. അപ്പോൾ ബബിതയുടെ ചിമ്മൂസ് വേൾഡും ലിൻഡയുടെ ട്രാൻസ് ആൻഡ് വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്നെയും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ. ഇതേ വരുന്നു ലിൻഡ ഫൈനൽ. അപ്പൊ എല്ലാവരും ബ്രോഡ്വേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ ഇവിടുന്ന് കപ്പലിൽ പുതിയ കയറ്റി ഇങ്ങനെ നടന്നു പോകണം. ഇനി വണ്ടി കയറി തരും. ഞങ്ങളുടെ വ്ളോഗ് കൂടെ അവസാനിക്കുക. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ 3 ചാനലും. ബൈ.